യോഗ്യം ആർക്കു വർണ്ണിക്കാം? സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം? ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. പാവലോകത്തിൽ കിടന്നു പാടുപേടുന്ന, പാവലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. മുൻപേ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ. മുൻപേ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ. മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്ന, ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്ന മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ.
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 8 വാക്യം മുതൽ ഞാൻ നിങ്ങളെ ആദ്യം വായിച്ച് കേൾപ്പിക്കാം. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 13 വാക്യം മുതൽ, നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഭയപ്പെടേണ്ട എന്ന് വീണ്ടും വീണ്ടും യാക്കോബിനോടും യാക്കോബിൻ്റെ സന്തതി പരമ്പരയായ ഇസ്രായേൽ ജാതിയോടും നിത്യനായ ദൈവം അരുളി ചെയ്യുന്നത് പ്രവാചകൻ്റെ നാവിൽ കൂടി നാം കേൾക്കുകയാണ്. എക്കാലത്തുമുള്ള ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ കരുണയൂറുന്ന വാഗ്ദത്ത വചനമാണ് നാം വായിച്ചത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഞാൻ നിന്നെ താങ്ങും. നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ ഭയപരവശനാകേണ്ട. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഇസ്രായേൽ ജനസമൂഹമേ. പരിശ ഇംഗ്ലീഷിൽ കമ്പനി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സമൂഹമേ, ഇസ്രായേൽ ജനസമൂഹമേ, ഇസ്രായേൽ പരിശയെ, പുഴുവായ യാക്കോബേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. സ്നേഹം നിറഞ്ഞ സ്വർഗീയ വചനം യാക്കോബിൻ്റെയും യാക്കോബിൻ്റെ സന്തതി പരമ്പരയുടെയും കാതുകളിൽ മുഴങ്ങുകയാണ്. ദാവീദ് 4-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പ്രാർത്ഥിച്ചതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത്, ചിന്തിച്ചത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഫിയർലെസ്നെസ്, റൈച്ചസ്നെസ്, നീതീകരണം, പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം, സിൻലെസ്നെസ്, പാപമില്ലാത്ത ജീവിതം, പീസ്ഫുൾനെസ്, സമാധാന ജീവിതം, ഫിയർലെസ്നെസ്, ഭയപ്പാടില്ലാത്ത ജീവിതം, ഫിയർലെസ്നെസ്, ഭയമില്ലാത്ത ജീവിതം. ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ് ഭയമില്ലാത്ത ജീവിതം. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പദവിയാണ് ഭയമില്ലാത്ത ജീവിതം. ഒന്നിനെയും ഭയമില്ല, ആരെയും ഭയമില്ല. ക്രിസ്തു എന്നോടുകൂടി ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ നിന്ന് ഉറന്നു വരുന്നതാണ് ആ ധൈര്യം, ആ ശക്തി, ആ പ്രാഗൽഭ്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. യെശയ്യാ പ്രവാചകൻ 41 അധ്യായത്തിൻ്റെ 8 വാക്യം മുതൽ നാം വായിക്കുമ്പോൾ വായിച്ച് കേൾക്കുവാൻ നമ്മുടെ നാവിൽ തരുന്ന വചനം, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ യെശയ്യാ പ്രവചനത്തിൽ തന്നെ തുടർന്ന് നാം വായിക്കും, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിൻ്റെ അരമുറുക്കിയിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്നേഹവാനായ ദൈവം, വാത്സല്യമുള്ള പിതാവ് തൻ്റെ പ്രിയദാസനെ, തൻ്റെ പ്രിയ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദത്തവചനം നമുക്ക് ഏവർക്കും ഉള്ളതാണ്. ഭയപ്പാട് അകറ്റാൻ സാധിക്കും, ഭയം മാറ്റാൻ സാധിക്കും. എങ്കിലും നിർഭാഗ്യവശാൽ അനേകർ ഭയത്തിൻ്റെ അടിമത്വത്തിലാണ്. ഭയത്തിൻ്റെ ഭീകര വ്യാപാരത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ ഞെരിഞ്ഞമരുകയാണ് പലരും, വലയുകയാണ്. ഏതോ ചില ഭയങ്ങൾ
കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഉത്കണ്ഠാകുലമായ ജീവിതം, ആശങ്കാനിർഭരമായ ജീവിതം, ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ്, ടെൻഷൻസ് ആൻഡ് കൺഫ്യൂഷൻസ്, സ്ട്രൈഫ് ആൻഡ് സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ കടുത്ത ദുരിത അനുഭവങ്ങൾ, ഭയപ്പാടിൽ ഉലയുകയും വലയുകയും ചെയ്യുന്ന മനുഷ്യൻ. സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഭയമുള്ളത്? നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ്? ഭയപ്പാടുളവാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ ഭീതി വരുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളെ ആശങ്കാകുലരാക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളാണ്? മനസ്സിൽ ഏതോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭാവിയെക്കുറിച്ചുള്ളതായ ചീത്ത ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള നെഗറ്റീവ് തിങ്കിങ്സ് എന്തെല്ലാമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ഭയം. അനേക യുവാക്കന്മാർ ഭയപ്പാടിലാണ്, അനേകം യുവതികൾ ഭയപ്പാടിലാണ്, ബിസിനസ് ചെയ്യുന്നവർ ഭയപ്പാടിലാണ്, അനേകം ധനാഢ്യന്മാർ ഭയപ്പാടിലാണ്, അനേകം ബുദ്ധിജീവികൾ ഭയപ്പാടിലാണ്. പുറമേ ധൈര്യം അവലംബിക്കും, പുറമേ ധൈര്യം ഭാവിക്കും, പുറമേ ധൈര്യം കാണിക്കും, പക്ഷേ അകമേ എന്തോ ഒരു ഭീതി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ചില ഭാരങ്ങളിലും ഭയങ്ങളിലും ആകുലങ്ങളിലും മനസ്സ് ഉഷ്ണിച്ച് ഹൃദയം പുകഞ്ഞ് വലഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും. നിങ്ങൾക്കും ഭയപ്പാടുകൾ അകലും, ഭയം മാറും. അതൊരു ബാധയാണ്, ഒരു ബാധയാണ് ഭയം. അതൊരു പൈശാചിക ബാധയാണ്, അതൊരു ഭൂതബാധയാണ്, അതൊരു പ്രേതബാധയാണ്. വാക്കുകൾ എന്തുമായിക്കൊള്ളട്ടെ, അതൊരു ഭയാനകമായ സാത്താന്യ ബാധയാണ്. ബാധ മാറ്റുന്ന ക്രിസ്തു. പണ്ട് കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ രക്തസ്രവം മാറിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്. വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച ആ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ബാധയൊഴിയും, ഭയത്തിൻ്റെ ബാധ മാറും. നാം ഇവിടെ 41-ാം അധ്യായത്തിൽ, യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൽ നാം വായിച്ചത് എന്താണ്? ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഭയപ്പെടേണ്ട. അത് ദൈവത്തിൻ്റെ കമാൻഡാണ്. കമാൻഡ് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ ആജ്ഞയാണ്. ഭയപ്പെടാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു നിർദ്ദേശമല്ല, അതൊരു സജഷനല്ല. ഭയപ്പെടേണ്ട, അത് ദൈവകൽപ്പനയാണ്. നിങ്ങൾ ദൈവകൽപ്പന അനുസരിക്കുക, ഭയപ്പെടേണ്ട. പാപം മാറ്റിയാൽ മതി, ഭയം മാറിക്കൊള്ളും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഉള്ളിൽ ഭയത്തിൻ്റെ വ്യാപാരമുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ ആശങ്കയുണ്ടോ? മനസ്സ് ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടോ? നാളെയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഉത്കണ്ഠകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഏതെങ്കിലും ഭയപ്പാടുകൾ നിങ്ങൾ വലയം ചെയ്യുന്നുണ്ടോ? ഭയപ്പെടേണ്ട എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്, കമാൻഡ് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ അടുത്ത ആ വാക്യത്തിൽ തന്നെയുണ്ട് ദൈവത്തിൻ്റെ കമൻറ്റ്. എന്താണ് ദൈവത്തിൻ്റെ അഭിപ്രായം? പുഴുവായ യാക്കോബേ, നീ പേടിക്കേണ്ടവനാണ്, നീ പേടിക്കുന്നവനാണ്. പേടി ഇതിൻ്റെ സ്വാഭാവികമായി നിനക്കുള്ളതാണ്. പുഴുവായ യാക്കോബേ, ദൈവം തരുന്ന കമൻറ്റ്. എല്ലാവരും അതെ, നാം ഓരോരുത്തരും അതെ, വെറും കൃമി, ഒരു കഴിവുമില്ല. നമുക്ക് സ്വന്തമായിട്ട് എന്ത് പ്രാപ്തിയുണ്ട്? സ്വന്തമായിട്ടൊരു പ്രശ്നത്തെ നേരിടാൻ നമുക്ക് ആർക്കെങ്കിലും കഴിവുണ്ടോ? ഉണ്ടെന്നുള്ള തോന്നൽ വെറും തോന്നൽ മാത്രമാണ്. വെറും സ്വയം ഭാവിക്കുന്ന ചില ഭാവനാപരമായ ചിന്താഗതികൾ മാത്രമാണ്. ആർക്കുമില്ല സ്വന്തമായ കരുത്ത്. ഉടയമ്പരാൻ തരുന്നതുകൊണ്ട്, ആ ശക്തി നമ്മിലേക്ക് വരുന്നത് കൊണ്ട് മാത്രം നാം നിൽക്കുന്നു. നാം കേവലം പുഴുവാണ്. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ സമൂഹമേ, നീ ഭയപ്പെടണ്ട. ദൈവത്തിൻ്റെ കമൻറ്റ്. 1 കമാൻഡ്, 2 കമൻറ്റ്, 3 കമ്മിറ്റ്മെൻറ്റും ഉണ്ട് ആ വാക്യത്തിൽ. ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. കമാൻഡ്, കമൻറ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. എന്താണ് ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്? നിന്നെ ഞാൻ സഹായിച്ചു കൊള്ളാം, എൻ്റെ വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ പിടിച്ചു കൊള്ളാം, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. നിനക്ക് സ്വന്തമായി നിലനിൽപ്പില്ല, സ്വന്തമായി ശക്തിയില്ല, സ്വന്തമായ പ്രാപ്തിയില്ല, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. അതാണ് പറഞ്ഞത്. ദൈവമായ യഹോവ എന്ന് ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട,
ഞാൻ നിന്നെ എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഞാൻ നിന്നെ സഹായിക്കും. എന്തൊരു ശക്തിയേറിയ വാക്കുകളാണത്. നിത്യനായ ദൈവം, സർവ്വവല്ലഭനായ ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നു. ലോകം നോക്കിയാൽ പാവമെന്ന് പറയുന്ന ഒന്നിലേക്കും പോകാൻ ഭാഗ്യവശാലിട വന്നിട്ടില്ല. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുടുംബം, നല്ല അച്ചടക്കമുള്ള കുടുംബം, നല്ല പ്രാർത്ഥനയുള്ള കുടുംബം, നല്ല ദൈവികമായ ചിന്തയും ആരാധനയുമുള്ള കുടുംബം. പക്ഷേ ഹൃദയത്തിൽ പാപങ്ങൾ, ഹൃദയത്തിൽ ദുഷ്ടചിന്തകൾ, ഹൃദയത്തിൽ അശുദ്ധ വികാരങ്ങൾ, ഹൃദയം മലിനമാണ്. ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം നമ്മിൽ പാപം കാണുമ്പോൾ ദൈവം ആ പാപം മാറ്റുവാൻ നമ്മോട് പറയുന്നേ ഉള്ളൂ. നാം ഓരോരുത്തരും പാപം മാറ്റിയാൽ മാത്രം മതി. പാപം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഒരാഗ്രഹം, പാപമില്ലാത്തൊരു ജീവിതം എനിക്ക് നയിക്കണമല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത് അതൊരു വലിയ നേട്ടമാണ്, വലിയ പദവിയാണ്, നിസ്സാരമല്ലത്. എനിക്ക് കറതീർന്നൊരു ജീവിതം നയിക്കണമല്ലോ, ഒരക്ഷരത്തിൽ പോലും തെറ്റ് വരരുതല്ലോ, ഒരു 10 പൈസയിൽ പോലും ക്രമക്കേട് വരരുതല്ലോ, ഒരു നോട്ടത്തിൽ പോലും അഴുക്ക് സംഭവിക്കരുതല്ലോ, ഒരു ചിന്തയിൽ പോലും അശുദ്ധി വ്യാപരിക്കരുതല്ലോ. ഇങ്ങനൊരു ആഗ്രഹം നമുക്ക് വരുന്നത് എന്തു വലിയ പദവിയാണ്, എന്തു വലിയ ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ഹൃദയശുദ്ധീകരണമാണ്. ഹൃദയം നിർമ്മലമാകുകയാണ്, പുറമേ നൈർമല്യമല്ല. അനേകർ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. വെള്ള തേച്ച ചുവരുകൾ, വെള്ള തേച്ച ശവക്കല്ലറകൾ, അകത്ത് അഴുക്ക്, അശുദ്ധി, ദുർഗന്ധം. എന്നാൽ പുറമേ നല്ല വെള്ള തേച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. പുറമേ നമസ്കാരമുണ്ട്, പുറമേ പ്രാർത്ഥനയുണ്ട്, പുറമേ പള്ളി ആരാധനയുണ്ട്, പുറമേ വർഷിപ്പുണ്ട്, പുറമേ ഹോളി കമ്മ്യൂണിയനുണ്ട്, പുറമേ ആത്മീയമായ പല പല കാര്യങ്ങളും കാര്യപരിപാടികളും പല ക്രമീകരണങ്ങളും പല അനുഷ്ഠാനങ്ങളും പല ആചാരങ്ങളും പല സമ്പ്രദായങ്ങളുമുണ്ട്. പക്ഷേ അകമേയോ അതിക്രമം നിറഞ്ഞിരിക്കുന്നു, അകമേ വക്രത നിറഞ്ഞിരിക്കുന്നു, വളഞ്ഞ ബുദ്ധി, സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല, ആർജവ മനോഭാവമില്ല, ആർജവമില്ല. എന്താണ് ഈ ആർജവം? സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്, നേരവോ എന്ന ചിന്താഗതിയില്ല. എവിടെയും സൂത്രം, എവിടെയും കൗശലം, എവിടെയും മുഴുവൻ നുണയല്ല, പക്ഷേ അർത്ഥസത്യം, പകുതി നുണ. എവിടെയും തന്ത്രങ്ങൾ, എവിടെയും കൗശലങ്ങൾ, വഞ്ചനാപരമായി പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന ചെയ്തികൾ, ഓരോന്നും. ഹൃദയം അശുദ്ധമാണ്, ആളത്വം അശുദ്ധമാണ്. സഹോദരങ്ങളെ, ഈ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ കൂടി ഒഴുകുന്ന രക്തത്തിൽ അശുദ്ധിയുണ്ട്, അതിൽ അഴുക്കുണ്ട്. അവിടെ വൈരാഗ്യമുണ്ട്, അവിടെ കോപമുണ്ട്, അവിടെ പിണക്കമുണ്ട്, അവിടെ സ്വാർത്ഥതയുണ്ട്, അവിടെ ദ്രവ്യാഗ്രഹമുണ്ട്, അവിടെ പരദൂഷണ മനോഭാവമുണ്ട്, അവിടെ മറ്റുള്ളവരുടെ തെറ്റ് കാണാനുള്ള വ്യഗ്രതയുണ്ട്, മറ്റുള്ളവരുടെ തെറ്റ് പെരുപ്പിച്ച് കാണാനുള്ള താല്പര്യമുണ്ട്, മറ്റുള്ളവർ താഴുന്നതും മറ്റുള്ളവർ ഇടിയുന്നതും അതിനുവേണ്ടി ഹൃദയം താല്പര്യപ്പെടുന്നുണ്ട്, മറ്റാരെങ്കിലും ഒന്ന് പൊങ്ങിയാലുള്ള അസൂയപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മയുടെയും കൂത്തരങ്ങാണ് മനുഷ്യഹൃദയം. ഹൃദയം എല്ലാറ്റിലും കപടവും വിഷമമുള്ളതാകുന്നു എന്ന് തിരുവചനം പറയുന്നു. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം. ഹൃദയം അശുദ്ധമാണ്, ഹൃദയം കാപട്യമാണ്. എത്രയോ ആളുകൾ കപടഭക്തിയിൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. കപടഭക്തി, പുറമേ ഭക്തിയുണ്ട്, അകമേ ഒരു ജീവനുമില്ല, അകമേ ഭക്തിയുടേതായ യാതൊരു ഭാവവുമില്ല. ഹൃദയത്തിൽ തിന്മയാണ്, അവിടെ ദുരുദ്ദേശങ്ങളാണ്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ ഈവിൾ മോട്ടീവ്സാണ്. മോട്ടീവ്സ്, നമ്മുടെ ലാക്കുകൾ ശരിയല്ല. ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു സാധുവിന് സഹായം ചെയ്യുമ്പോൾ അപ്പോഴും മനസ്സിലെ ആഗ്രഹം 4 പേര് കണ്ട് അനുമോദിക്കണമെന്നാണ്, അഭിനന്ദിക്കണമെന്നാണ്. ആരെങ്കിലും എല്ലാം എൻ്റെ നല്ല പ്രവൃത്തി, എൻ്റെ നല്ല പ്രാർത്ഥന ആരെങ്കിലും ഒന്ന് കേട്ട് ഒന്ന് അംഗീകരിക്കുക, എൻ്റെ വചനം ആളുകൾ കേട്ട് എന്നെ ഒന്ന് പ്രശംസിക്കുക, എന്നെക്കുറിച്ചൊരു മതിപ്പുണ്ടാകുക, എല്ലാം പാപമാണ്. ഇതെല്ലാം പാപമാണ്. സാധിക്കുമോ? നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ മാറുന്നൊരനുഭവം കിട്ടുമോ? സഹോദരങ്ങളെ, നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ കിട്ടുമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ. ആവശ്യക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതെനിക്ക് കിട്ടിയേ പറ്റൂ, അഴുക്ക് നിറഞ്ഞ ജീവിതം മാറി സമ്പൂർണ്ണ വിശുദ്ധീകരണം എനിക്ക് അനുഭവിക്കണമെന്നുള്ള ഹൃദയവാഞ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. 12-ാം സങ്കീർത്തനം. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന്
യഹോവ അരുളി ചെയ്യുന്നു. രക്ഷയ്ക്ക് വേണ്ടിയുള്ള വാഞ്ചയുണ്ടോ? വിശുദ്ധിക്ക് വേണ്ടിയുള്ള കൊതിയുണ്ടോ? വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ളതായ ആർത്തിയുണ്ടോ? അതിനുള്ളതായ വലിയ ഏർജ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം ക്രിസ്തു നമുക്ക് സാധ്യമാക്കി തരും. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിനോ അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യം തന്നെ. സ്നേഹിതരെ, ഇതൊരു ചലഞ്ചായി നിങ്ങൾക്ക് എടുക്കാമോ? ഇതൊരു വെല്ലുവിളിയായി നിങ്ങൾക്ക് സ്വീകരിക്കാമോ? നിങ്ങൾ ഇത്രയേറെ പേര് ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അനേകം ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. സ്നേഹിതരെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിത്ത് പോലെ കിടക്കട്ടെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു വിത്ത് പോലെ കിടക്കട്ടെ. നിങ്ങൾ ദൈവത്തോട് പറയണം. ഇപ്പോഴേ പറയാം. എന്താണ് പറയേണ്ടത്? കർത്താവേ, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശ നീ തന്നല്ലോ. ഒരു തെറ്റും വരാതെ എനിക്ക് ജീവിച്ച് ഈ പരദേശ പ്രയാണകാലം കഴിക്കണമല്ലോ. കർത്താവേ, ഒരു തെറ്റും വരാത്തൊരു ജീവിതം. ദൈവം വന്നുപോയ തെറ്റുകൾ നീ എനിക്കൊന്ന് ക്ഷമിച്ചു തരാമോ? എൻ്റെ അകൃത്യങ്ങൾ നീ എനിക്കൊന്ന് പുറത്തു തരാമോ? എണ്ണിയാൽ തീരാത്ത പാപങ്ങളൊക്കെ വന്നു പോയല്ലോ കർത്താവേ. പ്രവൃത്തിയിൽ വന്നുപോയി, വാക്കിൽ വന്നുപോയി, ചിന്തയിൽ വന്നുപോയി, മനോവിചാരങ്ങളിൽ വന്നുപോയി, മനോരാജ്യങ്ങളിൽ വന്നുപോയി, ആലോചനകളിൽ വന്നുപോയി, പെരുമാറ്റത്തിൽ നിഴലിച്ചു പോയി. കർത്താവേ, ഈവിൾ മോട്ടീവ്സ് ജീവിതത്തിൽ വന്നുപോയി. കർത്താവേ, ദുരുദ്ദേശങ്ങൾ, നല്ല പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പിന്നിൽ പോലും ചീത്തലാക്കുകൾ വന്നുപോയി. കർത്താവേ, എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കാമോ? ഗോകുൽത്തായിൽ തങ്ക നിണം ഒഴുക്കിയ രക്ഷകനായ മിശിഹ തമ്പുരാനെ, ഗോകുൽത്തായിൽ തിരുവിലാവ് തുറന്ന് ചോരയും നീരും ഒഴുക്കിയ രക്ഷകനായ മിശിഹ തമ്പുരാനെ, ഇപ്പോൾ നിന്റെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിയിലൊന്ന് പുരട്ടി എന്നെ ഒന്ന് വിശുദ്ധീകരിക്കാമോ? എൻ്റെ സിരകളിലൂടെ ഒരു തുള്ളി രക്തം പകരാമോ? എൻ്റെ ജീവിതത്തിൽ ഈ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി ഒന്ന് ഒഴുക്കാമോ? അനുഗ്രഹകരമായ സന്തോഷ സമൃദ്ധമായ ഒരു ഭാവി കാലത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നൽവരം എനിക്ക് നൽകാമോ? ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യവും സമാധാനവും ഭയമില്ലായ്മയും നിങ്ങൾ അനുഭവിക്കൂ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയമില്ലാത്ത ജീവിതം, സന്തോഷ സമൃദ്ധമായ ജീവിതം, ഐശ്വര്യപൂർണമായ ജീവിതം, സമാധാന സമൃദ്ധമായ ജീവിതം. സ്നേഹിതരെ, അത് നമുക്ക് ദൈവം ദാനമായി തരികയാണ്. അതാണ് ക്രൂസിൽ നേടിത്തന്ന സന്തോഷവും സമാധാനവും, ക്രൂസിൽ നേടിത്തന്ന വിശുദ്ധിയും സ്നേഹവും. അത് ഇന്ന് നിങ്ങൾ പ്രാപിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം നിറഞ്ഞ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭയം അകറ്റുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭയപ്പാട് മാറ്റി ധൈര്യം പകരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാളെയെക്കുറിച്ചുള്ള ആകുലങ്ങളിലും അപരാധികളിലും ഭയപ്പാടിലും ആശങ്കകളിലും മനസ്സ് വലഞ്ഞുലഞ്ഞിരിക്കുന്നവരെ ഇപ്പോൾ നാഥ അവിടുത്തെ ആണിപ്പാടിൽ കരം നീട്ടി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. രോഗബാധകൾ മാറ്റണമേ, ഭയങ്ങൾ നീക്കണമേ, മരണത്തെക്കുറിച്ചുള്ള ഭീതി മാറ്റണമേ, അനുഗ്രഹം പകരണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ നാമത്തിൽ തന്നെ ആമീൻ.